അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ഫെഡറേറ്റഡ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു AI മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ എല്ലാ ഡാറ്റയും നമ്മളൊരു സെൻട്രൽ സെർവറിലേക്കായിട്ടാണ് അയക്കുന്നത്. ബട്ട് അതിൽ വലിയൊരു പ്രോബ്ലം വരുന്നുണ്ട്, നമ്മുടെ പ്രൈവസി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഡാറ്റ സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെഡറേറ്റഡ് ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫെഡറേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ഡാറ്റ ടു ദി സെർവർ വി ബ്രിങ് ദി മോഡൽ ടു ദി ഡാറ്റ. അതായത് മോഡൽ നമ്മുടെ ഡിവൈസിൽ തന്നെ ട്രെയിൻ ചെയ്യുന്നതാണ് ഈ ഫെഡറേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു ഗൂഗിൾ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്റ്റൈൽ മനസ്സിലാക്കി പ്രൊഡക്ഷൻ ബെറ്റർ ആക്കുന്നു. ഇത് തന്നെയാണ് ഫെഡറേറ്റഡ് ലേണിംഗ്. നമ്മൾ ടൈപ്പ് ചെയ്ത മോഡൽ മെസ്സേജ് സെർവറിൽ പോവാതെ ഫോൺ ഇറ്റ്സെൽഫ് ആ മോഡലിനെ ട്രെയിൻ ചെയ്യും. സെർവറിൽ പോകുന്നത് മോഡലിന്റെ ഇംപ്രൂവ്ഡ് വേർഷൻ മാത്രമായിരിക്കും. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഒരു സെൻട്രൽ സെർവർ ഒരു AI മോഡൽ ക്രിയേറ്റ് ചെയ്യും. അത് ഡിഫറെൻറ്റ് മോഡലിലേക്ക് അല്ലെങ്കിൽ ഡിവൈസിലേക്ക് അയക്കും. ഓരോ ഡിവൈസ് തൻ്റെ ലോക്കൽ ഡാറ്റ യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യും. പിന്നെ അപ്ഡേറ്റഡ് മോഡൽ സെർവറിലേക്ക് ഷെയർ ചെയ്യും. സെർവർ എല്ലാ ഡിവൈസിൽ നിന്നും അപ്ഡേറ്റ്സ് കമ്പൈൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ട് ഒരു ബെറ്റർ മോഡൽ ഉണ്ടാക്കും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മോഡൽ എന്ത് ചെയ്യും, സ്മാർട്ടർ ആവുകയും ചെയ്യും, പ്രൈവസി സേഫ് ആവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പ്രൈവസി പ്രൊട്ടക്റ്റ് ആവും, കാരണം ഡാറ്റ ഡിവൈസിൽ നിന്ന് പുറത്തു പോകുന്നില്ല. സെക്കൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ് കുറയും, കാരണം റോ ഡാറ്റ സെൻഡ് ചെയ്യുന്നില്ല ഇവിടെ. പിന്നെ തേർഡ്, പേഴ്സണലൈസേഷൻ കിട്ടും. മോഡൽ നമ്മുടെ ബിഹേവിയർ ബേസ് ചെയ്തിട്ടാണ് ഇത് ലേൺ ചെയ്യുന്നത്. പിന്നെ നാലാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കൂടും, കാരണം മോഡൽ ലോക്കലിയാണ് ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ചാലഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിവൈസും സെയിം പെർഫോമൻസ് ആയിരിക്കില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ചില സമയത്ത് സെക്യൂരിറ്റി പ്രോബ്ലംസും വരുന്നുണ്ട്. എന്നാൽ കൂടി റിസർച്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറേറ്റഡ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിയൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ, ബാങ്കിങ് ആൻഡ് സ്മാർട്ട് സിറ്റി സിസ്റ്റംസിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഒരു AI വേൾഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രൈവസിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഫെഡറേറ്റഡ് ലേണിംഗ് അതിനൊരു സ്ട്രോങ് ബേസ് ആണ്.